ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യെല്ലോ ലീവ്സ്, പിന്നീട് അത് കഴിഞ്ഞ് ചെയ്തത് ഡാർക്ക് സ്പോട്ട് വരുന്ന അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നല്ലോ. അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ഓർക്കിഡിനെ അറ്റാക്ക് ചെയ്യുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനെയും ഇൻസെക്ട്സിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചില ഓർക്കിഡിന് ഇങ്ങനെ ഡാർക്ക് ലീഫ് വരാറുണ്ട്. നമുക്കപ്പോൾ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ഡാർക്ക് ലീഫ് വരുമ്പോൾ ഇതെന്താണ് കാരണമെന്ന് ചിലർക്ക് അറിയാൻ പറ്റത്തില്ല. പല കാരണങ്ങളാണ് ഇങ്ങനെ ഡാർക്ക് ലീഫ് വരാനായിട്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് വിറ്റാമിൻ, അതായത് ന്യൂട്രീഷൻസിന്റെ കുറവുണ്ടെങ്കിൽ ഇങ്ങനെ ഡാർക്ക് ഒരു ബ്രൗൺ കണ്ടോ, ഒരു ഡാർക്ക് കളർ വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഈ ലീഫ് ഡാമേജ് ആണോ എന്ന് ചിലർ ചിന്തിക്കും. പക്ഷെ ഡാമേജ് ആണോ എന്ന് അറിയുന്നത് കണ്ടോ, നോക്കിയത് കണ്ടോ, ഇതിനൊരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫ് തന്നെയാണ്. കണ്ടോ, ഒരു ഡാമേജും ഈ ലീഫിനില്ല. കണ്ടോ, നല്ല ലീഫാണ്. അപ്പോൾ നിങ്ങളൊരു പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ബ്രൗണിഷ് കളർ വന്നത്? പക്ഷെ കാണിച്ചു തരട്ടെ, ഇതൊക്കെ കണ്ടോ, ഇത് ചില ഡെൻഡ്രോബിയംസിന്റെ തണ്ട്, അതിന്റെ തണ്ട് ഇങ്ങനെ ആയിരിക്കും, ബ്രൗണിഷ് ആയിരിക്കും. അപ്പോൾ അത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രൗണിഷ് വന്നെന്ന് വെച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളും ഒന്നുമില്ല. ഇത് ഒരു ഡിസീസസ് അല്ല, ഇത് അതിന്റെ ഇതിന്റെ സ്പീഷീസിന്റെ കളറാണത്. നമ്മുടെ ഓർക്കിഡിന്റെ ലീഫിനെ ബാധിക്കുന്ന വേറൊരു അസുഖം എന്ന് പറഞ്ഞാൽ ചീയൽ രോഗമാണ് കേട്ടോ. ചീയൽ രോഗം എന്ന് പറഞ്ഞാൽ നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് അതിനെക്കുറിച്ച് അധികം വറീഡാകണ്ട. ഒന്നും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കാലാവസ്ഥ വ്യത്യാസമുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നല്ല വെയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ലീഫിൽ വെള്ളം കെട്ടി ഇപ്പം ഇതുകൊണ്ട് ഈ വശത്ത് നിന്ന് നോക്കി ഇവിടെ വെള്ളം നിൽക്കാം, ചിലപ്പോൾ പോയില്ലെന്ന് വരാം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് സൺലൈറ്റ് അടിച്ച് കഴിയുമ്പോൾ അത് നമ്മുടെ ലീഫ് ഡാമേജ് ആവും. അപ്പം അങ്ങനെ വരുന്ന ചിലപ്പോൾ നമ്മുടെ ഒരു ലീഫ് ഇതിന്മേൽ മുട്ടിയിരിക്കുന്നത് കൊണ്ടോ അതങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമാകാനാണ് ചീയൽ രോഗം വരുന്നത്. അതോർത്ത് നിങ്ങൾ വറീഡ് ആകണ്ട. പിന്നീട് ഭയങ്കരമായിട്ട് ഡാമേജ് ഇങ്ങനെ മൊത്തമായിട്ട് ഇങ്ങനെ വരുവാണ്. ചീയൽ രോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഉപയോഗിക്കുമ്പോൾ ഈ ക്രൗൺ പോർഷനിൽ വീഴാതെ ശ്രദ്ധിച്ചാൽ മതി നമ്മളത്. അല്ലാതെ വേറെ ചീയൽ രോഗം എന്ന് പറയാനായിട്ടുള്ള അസുഖങ്ങളൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് പറയിടാകണ്ട. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വല്ലതും തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മതി. നമ്മുടെ പ്ലാന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറില്ല, എന്തെങ്കിലും ആവശ്യങ്ങളും ഉണ്ടായിരിക്കാം. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇലയിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അത് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന ഫോൾട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാന്റ് ഒന്നും എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കുമ്പോഴോ എന്തെങ്കിലും അബദ്ധവശാൽ നമ്മുടെ ഈ ലീഫിന് ഡാമേജ് വരാം. അതായത് ചിലപ്പോൾ ഒടിഞ്ഞു പോയെന്ന് വരാം, ചിലപ്പോൾ എന്തെങ്കിലും ഈ അറ്റത്തൊക്കെ വെച്ച് ചിലപ്പോൾ എന്തെങ്കിലും കീറിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല. ഡാമേജ് വരുമ്പോൾ ആ സൈഡിലൊക്കെ ഒന്ന് കീറിപ്പോവാനും അങ്ങനെ വരാനുള്ള ഡാമേജൊക്കെ റിപ്പോർട്ടിങ്ങിലൂടെ നമ്മുടെ ലീഫിന് ഡാമേജ് വരാറുണ്ട്. ഇത് നോക്കിയേ, ഈ ലീഫ് കണ്ടോ, ഇത് കുറച്ച് സീരിയസ് ആയ കാര്യമാണേ. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ അല്ല. ഇതെന്ന് പറയുന്നത് എന്തോ വന്നിട്ട് ഒന്നെങ്കിൽ ഒച്ചാകാം, ഇല്ലെന്നുണ്ടെങ്കിൽ സ്പൈഡേഴ്സ് ആകാം, ഇല്ലെങ്കിൽ പുഴുക്കളോ എന്തെങ്കിലും കീടങ്ങൾ വന്ന് തിന്ന് നശിപ്പിച്ച ഒരു ലീഫാണ് ഇതെന്തായാലും നമ്മൾ സൂക്ഷിക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും തിന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലേക്ക് നോക്കുക. ഇതാണ് ആദ്യം ചെയ്യണം. ഇങ്ങനത്തെ ലൈഫ് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ ഒച്ച് വല്ലതുണ്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഒച്ചിനൊന്നും കാണുന്നില്ല. ഞാൻ ഒച്ചിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒച്ച് തിന്നതാണോ എന്ന് അറിയാനായിട്ട്. ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനെ ക്യാച്ച് ചെയ്യുന്നത്, കൊല്ലുന്നത്, അങ്ങനെ കുറേ ഇതായിട്ടുള്ളൊരു ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ ഒച്ചിനെ കുറിച്ചുള്ളത് അറിയാൻ പറ്റും. പിന്നീട് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ലീഫിൻ്റെ അടിയിൽ ഒരു വെള്ളപ്പൊടി പോലെ കാണും. അതിപ്പോൾ എൻ്റെ കയ്യിൽ കാണിക്കാനില്ല. അത് നമ്മുടെ സ്പൈഡേഴ്സ് വന്നിട്ട് മുട്ടയിട്ട് പോകുന്നതാണ്.
മുട്ടയിടുന്നതാണ്. അവർ മുട്ടയിടുന്നത് അടിയിലാണ്, ലീഫിൻ്റെ അടിയിലാണ്. ലീഫിൻ്റെ അടിയിൽ ഇങ്ങനെ മുട്ടയിട്ട് പോകുമ്പോൾ ഒരു വെള്ളപ്പൊടി പോലെ ഇങ്ങനെ ഉണ്ടാവും, കുറേ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറയുന്നത് ചിലന്തി മുട്ടയിട്ട് പോകുന്നതാണ്. അപ്പോൾ ആ മുട്ടകൾ അതിൻ്റെ ലാർവയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഭക്ഷണം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലീഫിലുള്ള വെള്ളമൊക്കെയാണ്. അതിന് വളരണമല്ലോ, അതിൻ്റെ ലാർവൊക്കെ വളർന്ന് കുഞ്ഞുങ്ങളെ ഇതാക്കണം. അതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഈ ലീഫിലുള്ള വെള്ളം വലിച്ചെടുക്കും. അങ്ങനെയും അപ്പോൾ ഇത് ഉണങ്ങിപ്പോയാലും ഇവിടെ നമുക്ക് ഇതുപോലുള്ള ഡാമേജ് ഉണ്ടാകാറുണ്ട്. ഇപ്പം ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതെന്തോ വന്ന് തിന്ന് പോയതാണ്. ഒച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി വന്നിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നമ്മുടെ ഓർക്കിഡിൻ്റെ ലീഫിനെ അറ്റാക്ക് ചെയ്യുന്ന കീടങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട്, അതുങ്ങളെ കൊല്ലാനായിട്ടൊക്കെ നമുക്ക് വിപണിയിൽ കുറേ പെസ്റ്റിസൈഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഓർഗാനിക്കായിട്ടും അതായത് കെമിക്കലായിട്ടും ഒക്കെയുള്ള പെസ്റ്റിസൈഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതേതെങ്കിലും വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം. പിന്നീട് ഫ്ലൈറ്റ് ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒരു പശ പോലുള്ള ഒരു ഇതുണ്ട്, അത് വേണമെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പക്ഷേ ഓർഗാനിക്, അതായത് ഞാൻ സാഫ് മാത്രമാണ് ഒരു കെമിക്കലായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഫെർട്ടിലൈസറാണ് കെമിക്കൽ ഉള്ളത്. ഇതൊക്കെ സൂഡോമോണസോ അതൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. അതായത് എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് ഞാനതൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. പിന്നീട് എനിക്കൊരു കുഞ്ഞുണ്ട്, അവന് 6 വയസ്സായിട്ടില്ല. അപ്പോൾ അവൻ ഇങ്ങോട്ട് വന്നാലോ എന്നൊക്കെയുള്ള വിഷമല്ലേ അത്. അപ്പോൾ അത്രയും പവർഫുള്ളായിട്ടുള്ള കെമിക്കൽ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഉപയോഗിക്കണില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കൂടുതൽ അറ്റാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചോളൂ കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അലർജിയൊക്കെ ഉള്ളവരൊന്ന് അതിനോട് ഞാൻ കെമിക്കൽ ഉപയോഗിക്കുന്നതിനോട് ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ കറുവപ്പട്ട അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ വേപ്പെണ്ണ, ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ നമുക്ക് തടയാനായിട്ട്. അപ്പോൾ അത് ചെയ്താലും മതി. ഓർഗാനിക്കായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡും കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടണിൽ അടിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ നിർത്തട്ടെ ഇനി. അപ്പോൾ ഓക്കെ, താങ്ക് യു.